Hi students, here we are going to discuss the separation and characterization of amino acid by chromatography and electrophoresis. First we are going to discuss the chromatographic method for the identification and separation of this amino acid. Mainly this chromatographic method we are using paper chromatography. Here it is discussing about the paper chromatography. Paper chromatography is used to separate minute quantities of amino acid mixtures. If there is an amino acid mixture, if that amino acid mixture is a minute quantity, even though we can separate the different amino acids and also can identify the component using this paper chromatography. For this paper chromatographic method, whatever things we have to use for this paper chromatography are going to discuss here. The apparatus required for paper chromatography is consists of a support for the paper and a solvent trough and an airtight glass cylinder to develop the chromatographer. So for that, simply I can explain what is paper chromatography, how it is used to separate minute quantities of amino acid. So for that, first we need a paper. We can use different types of filter paper. Ordinary filter paper also we can use. Otherwise we can use a Whatman filter paper 1 or any different 4 size. So Whatman filter paper 1. Okay, then one solvent containing beaker we have to use. That should be airtight. Like a beaker should be air kadakatha reethiyil pinne moodi vekkan pattunna. Inde adile oru solvent undayirikkanam. Aa solvent ennu parayunnathu endayirikkanam? Ee amino acid mixtures containing solvent ആയിരിക്കും. ഈ അമിനോ ആസിഡ് മിക്സ്റ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാം എല്യൂവൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സോൾവെന്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ആദ്യം നമുക്ക് എന്താ വേണ്ടത്? സാമ്പിൾ സൊല്യൂഷൻ കണ്ടെയ്നിങ് ദ ഡിഫറെന്റ് അമിനോ ആസിഡ് ടു സെപ്പറേറ്റഡ് ഈസ് സ്പോട്ടഡ് നിയർ ദ ലോവർ എഡ്ജ് ഓഫ് ദ പേപ്പർ സ്ട്രിപ്പ് ആൻഡ് ഡ്രൈഡ്. Then small drops of separate solution of pure amino acids suspected present in എന്താണ് വേണ്ടത്? ആദ്യം നമ്മളൊരു പേപ്പർ സ്ട്രിപ്പ് എടുക്കാം. പേപ്പർ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിപ്പ് ഞാൻ കാണിച്ചു തരാം. പേപ്പർ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇതേപോലെ ഒരു പേപ്പർ സ്ട്രിപ്പ് എടുക്കാം. നമുക്ക് കളറ് എടുക്കാം. ഇതൊരു പേപ്പർ സ്ട്രിപ്പാണെന്ന് വിചാരിക്കാം. കുറച്ചും കൂടെ വേഗത്തിലേക്ക് ഇതൊരു പേപ്പർ സ്ട്രിപ്പ്. ഇനി നമ്മൾ എന്താണ് അവിടെ മാർക്ക് ചെയ്യുക. ഒരു ഇങ്ങനെ ഒരു ലൈന് മാർക്ക് ചെയ്യും. ഇനി അതിലേക്ക് എന്താണ് നമ്മൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിൽ എന്താണ് മിക്സ്റ്റേഴ്സ് ഓഫ് അമിനോ ആസിഡ് വി ഹാവ് ടു ഫൈൻഡ്. Whatever amino acid is there, we have to find that mixture. We are taking in a beaker. One beaker amino acid mixture solution. The mixture solution is that amino acid dissolve in a solution create a beaker. അതേപോലെ തന്നെ ഈ മിക്സ്റ്റേഴ്സ് സംടൈം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ദിസ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് വിൽ ബി ഹിയർ ഇൻ ദിസ് മിക്സ്റ്റേഴ്സ്. സോ ഇപ്പോൾ മിക്സ്ചർ ഓഫ് എക്സാമ്പിൾ എടുക്കാം. നമുക്ക് 2 അമിനോ ആസിഡ് ഉള്ള മിക്സ്ചറാണ്. 2 അമിനോ ആസിഡ് ഉള്ള ഒരു മിക്സ്ചർ ഒരു ബീക്കറിലുണ്ട്. അപ്പോൾ ആ 2 അമിനോ ആസിഡ് ഏകദേശം നമ്മൾ ഇതായിരിക്കും എന്നുള്ള എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പൊ ഗ്ലൈസീനും അലാനിനും ഉള്ള മിക്സ്ചർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്ലൈസീന്റെ പ്യുവർ സൊല്യൂഷനും സെയിം സോൾവെന്റ് ആയിരിക്കണം. ഗ്ലൈസീന്റെ പ്യുവർ സൊല്യൂഷനും അതേപോലെ തന്നെ അലാനിന്റെ പ്യുവർ സൊല്യൂഷനുള്ള വേറെ വേറെ സൊല്യൂഷൻ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ ഇവിടെ 1 2 ഈക്വലായിട്ട് 3 സ്പോട്ട് ഇട്ട് കൊടുക്കുക. ഈക്വലായിട്ട് 3 സ്പോട്ട് ഇട്ടില്ല. ഒന്നും കൂടെ കാണിച്ചു തരാം. ഈക്വലായിട്ട് ഒരു ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ഇവിടെ.
ഈക്വൽ സ്പേസിൽ നമ്മൾ സ്പോട്ട് അടയാളപ്പെടുത്തി. ഇനി അവിടെ ഇങ്ങനെ സ്പോട്ട് അടയാളപ്പെടുത്തി. ഇനി നമ്മളൊരു കാപ്പിലറി ട്യൂബ് യൂസ് ചെയ്തിട്ട് ആദ്യം എന്താണ് എ എന്ന് പറയുന്നത് ഗ്ലൈസിൻ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു തുള്ളി ഇവിടെ ഒഴിക്കും. അടുത്ത ബി അലാനിൻ ആണെങ്കിൽ അത് ഇവിടെ ഒരു തുള്ളി ഒഴിക്കാം. ഇനി അടുത്തത് എന്താണ് നമ്മൾ ഒഴിക്കേണ്ടത്? ഈ മിക്സ്ചർ. നമ്മൾ മിക്സ്ചർ ഏത് മിക്സ്ചറാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അടുത്തുനിന്ന് ഒരു തുള്ളി ഇവിടെ ഒഴിക്കാം. എന്നിട്ട് ഈ പേപ്പർ സ്ട്രിപ്പ് ഇവിടെ ഒരു എന്താണ് കയർ ചെറിയ നൂല് വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഫോൾഡ് ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അത് ഒരു ഈ ഗ്ലാസിന്റെ ഓപ്പണിങ് ഇതേപോലത്തെ ഒരു ഗ്ലാസ് ഓപ്പണിംഗ് ആണ്. ഇപ്പം നമ്മളെ ബീക്കർ ഇങ്ങനെയാണെങ്കിൽ ഇതാ ഇപ്പം നമ്മളെ ബീക്കർ ഇത് നമ്മളെ ബീക്കർ. ആ ബീക്കറിലേക്ക് ഒരു എന്താണ് ഒരു മൂടിയുണ്ട്. അതിലേക്ക് നമ്മൾ ഇതിലേക്ക് താഴ്ത്തി വെക്കുന്നത്. ഇവിടെ ഒരു ഓപ്പണിങ് വെക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ താഴ്ത്തി വെക്കുന്നതാണ്. അതെപ്പോഴും ഓർമ്മ വേണം. അപ്പൊ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം താഴ്ത്തി വെക്കുന്നത്? ഇവിടെയുള്ള ഇതെല്ലാം പോയി ഡോട്ടറെല്ലാം പോയി സോറി താഴ്ത്തി വെച്ച്. അപ്പൊ താഴ്ത്തി വെക്കുമ്പോൾ എങ്ങനെ താഴ്ത്തി വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും സോൾവെന്റ് വേണം. ഈ സോൾവെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോൾവെന്റ് ആയിരിക്കണം. അതായത് ഈ സോൾവെന്റ് ഇതിനെ വേർതിരിക്കാൻ പറ്റണം. പക്ഷെ ആ സോൾവെന്റ് ഈ പേപ്പർ സ്ട്രിപ്പ് കടത്തി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ അടയാളപ്പെടുത്തിയ ഭാഗം ഒരിക്കലും ഇതിലേക്ക് മുട്ടാൻ പാടില്ല. ഈ സോൾവെന്റിലേക്ക് ഈ സോൾവെന്റ് എന്തായിരിക്കണം? ഇമ്മിസിബിൾ വിത്ത് ഈ ഒരു സൊല്യൂഷന്റെ സോൾവെന്റുമായിട്ട് ഇമ്മിസിബിൾ ആയിരിക്കണം. ഇനി എന്ത് ചെയ്യും? കാപ്പിലറി ആക്ഷൻ വഴി എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ സോൾവെന്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലെ? അവസാനം ആ സോൾവെന്റ് മൂവ് ചെയ്ത് അത് ഇവിടം വരെ എത്തും. അപ്പൊ എന്ത് സംഭവിക്കും പറഞ്ഞാല് അക്കോർഡിംഗ് ടു ഡിഫറെന്റ് അമിനോ ആസിഡിന്റെ ഇതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അതിന്റെ ആ മൂവ്മെന്റിന്റെ സ്പീഡും മാറി അതിങ്ങനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വരും. ഇനി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അത്രയും നമ്മൾ ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. The sample solution containing the different amino acid to be separated is spotted near the lower edge of the paper strip and dry ചെയ്യുക. പേപ്പർ സ്ട്രിപ്പിലാക്കിയതിനു ശേഷം ഡ്രൈ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ആ സ്മോൾ ഡ്രോപ്സ് ഓഫ് സെപ്പറേറ്റ് സൊല്യൂഷൻ ഓഫ് പ്യുവർ അമിനോ ആസിഡ് ചെയ്യുക. എന്നിട്ട് അതും ഡ്രൈ ചെയ്യുക. ദെൻ ദ പേപ്പർ ഈസ് ദെൻ സസ്പെൻഡഡ് ഇൻ എ ഗ്ലാസ് സിലിണ്ടർ വിച്ച് ഇസ് ലോവർ ആൻഡ് ജസ്റ്റ് ഡിപ്പിംഗ് ഇൻ ദ സ്യൂട്ടബിൾ സോൾവെന്റ് ദാറ്റ് വിൽ ബി ഇമിസിബിൾ വിത്ത് ദ ഫസ്റ്റ് സോൾവെന്റ് ഇസ് ചോസൺ ആസ് എ മൊബൈൽ ഫേസ്. ദാറ്റ് ഈസ് ദ മൊബൈൽ ഫേസ്. എന്താണ് ക്രോമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ്, സ്റ്റേഷനറി ഫേസ് ഉണ്ട്. സ്റ്റേഷനറി ഫേസ് ആണ് ഈ സോൾവെന്റ് ഏത് ഈ സൊല്യൂഷൻ അടങ്ങിയിരിക്കുന്നതിൻ്റെ അതാണ് സ്റ്റേഷനറി ഫേസ്. അതിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊബൈൽ ഫേസ്. ഇതിനെ ഇല്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ആ മൊബൈൽ ഫേസ് ഓക്കെ ദാറ്റ് ഈസ് എ ഡെവലപ്പിംഗ് സോൾവെന്റ് ലൈക്ക് ദാറ്റ് മേ ബി ബ്യൂട്ടനോൾ ആയിരിക്കണം ടേക്കൺ ഇൻ എ ട്രഫ് ടേക്കിംഗ് കെയർ ടു സീ ദാറ്റ് സ്പോട്ടഡ് പൊസിഷൻ ആർ എബോവ് ദ സോൾവെന്റ് ലെവൽ ഇൻ ദ ട്രഫ്. നേരത്തെ പറഞ്ഞ് അതൊരിക്കലും ഡിപ്പ് ചെയ്യാൻ പാടില്ല. ആ ഒരു മാർക്ക് ചെയ്ത പൊസിഷൻ. എന്താണ്? സോൾവെന്റ് അസെൻഡ് ത്രൂ ദി പേപ്പർ ബൈ കാപ്പിലറി ആക്ഷനിലൂടെ അത് മുകളിലോട്ട് പോകും. വേരിയസ് കമ്പോണന്റ് ബൈ ക്യാരിങ് ദി വേരിയസ് കമ്പോണന്റ്. Component moves at different rates on account of differential distribution between the pair of immiscible liquid. ഈ ലിക്വിഡുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് എങ്ങനെയാണ് ഓരോ അമിനോ ആസിഡ് അതിനനുസരിച്ച് അതിന്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ റേറ്റ് അതിന്റെ മൂവ്മെന്റ് വിൽ ബി ഡിഫറെന്റ് ആയിരിക്കും. ആഫ്റ്റർ സം ടൈം എന്ത് ചെയ്യാം? ഈ പേപ്പർ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുക. സോൾവെന്റ് ഫ്രണ്ട് ഈസ് മാർക്ക്ഡ് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡ്രൈഡ്. അപ്പൊ സോൾവെന്റ് എവിടത്തം വരെ റീച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മാർക്ക് ചെയ്യും. എന്നിട്ട് അത് റിമൂവ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പേപ്പർ ഡ്രൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് നിൻ ഹൈഡ്രിൻ ഇൻ ബ്യൂട്ടനോൾ. നിൻ ഹൈഡ്രിൻ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ബ്യൂട്ടനോളിലുള്ളത് ഇതിലേക്ക് സ്പ്രേ ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻഡിവിജ്വൽ അമിനോ ആസിഡ് കുഡ് ബി ഐഡന്റിഫൈഡ് ഫ്രം ദ ലൊക്കേഷൻ ഓഫ്
blue lilac spots that appear on the paper. Ninhydrin amino acid തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ബ്ലൂ ലൈലാക്ക് സ്പോട്ട് will ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതിന് മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് എന്തായിട്ട് അമിനോ ആസിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തല്ലേ. അപ്പോൾ ഓരോ അമിനോ ആസിഡിന്റെയും പിന്നെ ഈ സോൾവെന്റ് ഈ മൊബൈൽ ഫേസിലെ സോൾവെന്റുമായിട്ട് അതിനൊരു ഇന്ററാക്ഷൻ ഉണ്ട്. അതിനനുസരിച്ച് അതിലെ കമ്പോണന്റ് മൂവ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അത് ഡ്രൈ ചെയ്തതിന് ശേഷം നിൻഹൈഡ്രിൻ ഉപയോഗിച്ചിട്ട് അതിൽ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ എത്രത്തോളം അത് മൂവ് ചെയ്ത് അപ്പൊ അത് എവിടെയാണോ ഈ അമിനോ ആസിഡ് ആ സ്പോട്ടിൽ എന്ത് സംഭവിക്കും, ബ്ലൂ ലൈലാക്ക് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, RF വാല്യൂ കണ്ടുപിടിക്കുക. RF വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഇവിടുന്ന് ഇപ്പൊ ഞാൻ പറയാം, ഇത് മൂവ് ചെയ്തിച്ച് ചിലപ്പോൾ ഇനി അടുത്തതിൽ എങ്ങനെ കിട്ടാം, ഇങ്ങനെ ഒരു മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈലാക്ക് കളർ തന്നെ നമുക്ക് കൊടുത്തേക്കാം. ഒരു ലൈലാക്ക് കളർ, ഡാർക്ക് ലൈലാക്ക്. അടുത്ത കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അടുത്തത് ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്പോട്ടിൽ ഇങ്ങനെ കിട്ടും. അപ്പൊ അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കുക ആ സ്പോട്ടിലെ ഏരിയനെ മൊത്തം. എന്നിട്ട് നമ്മൾ ഇനി എന്താ എടുക്കുന്നത്, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടല്ല, ഇത് സൊല്യൂഷൻ സോൾവെന്റിലല്ല അല്ല, മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഈ ഒരു പൊസിഷനിന് ഈ സോൾവെന്റ് എത്ര മൂവ് ചെയ്തിന് എന്നുള്ള ഡിസ്റ്റൻസ് നമുക്കൊന്ന് അറിയാം. അതേപോലെ തന്നെ ഓരോ കമ്പോണന്റും എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തിന്, ഇവിടുത്തെ വരയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ അമിനോ ആസിഡ് ഇതൊരു അമിനോ ആസിഡിന് ഈക്വലന്റ് ആണ്, ഇതൊരു അമിനോ ആസിഡ്. ഇതിൽ 2 അമിനോ ആസിഡ് മിക്സ്ചർ ഉണ്ടായിരുന്നത് അത് ഇതേപോലെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് അതേപോലെ ഈടുന്നിടത്തം വരെയുള്ള നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് എന്താണ് RF വാല്യൂ ഓഫ് ദിസ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സോൾവെന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ RF. അപ്പോൾ ഓരോന്നിന്റെ RF വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഇന്ന് RF വാല്യൂ തന്നെയാണോ ഇതിന് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു പ്യുവർ സൊല്യൂഷൻ അമിനോ ആസിഡ് തന്നെയായിരിക്കും ഇതിലുള്ള അമിനോ ആസിഡ്. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി that different amino acid around the distance traveled by the component from the origin line and distance traveled by the solvent from the origin line in the same time. Okay, kada idana basic apparatus paper chromatography. Is the paper chromatography. Then we can identify appo ഓരോന്നിന്റെ RF വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ കമ്പോണന്റ് RF വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ ഒരു പിന്നെ ഇതായിരിക്കും അതിലുണ്ടായിട്ടുള്ള എന്നുള്ളത് അമിനോ ആസിഡിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ പേപ്പർ ക്രോമാറ്റോഗ്രഫി ഫോർ ദി സെപ്പറേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് amino acid. Next we are going to discuss about the paper electrophoresis. In the next video I will explain about the paper electrophoresis.